അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദ് NIA കസ്റ്റഡിയിൽ. ഈ മാസം 27 വരെയാണ് കസ്റ്റഡി. വിശദമായ ചോദ്യം ചെയ്യലിനായാണ് NIA സവാദിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. ഇന്നലെ നടന്ന തിരിച്ചറിയൽ പരേഡിൽ പ്രൊഫസർ TJ ജോസഫ് പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നു. കല്ലൂരിലെ പ്രത്യേക NIA കോടതിയാണ് വിശദമായ ചോദ്യം ചെയ്യലിനായി പ്രതിയെ NIA കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. 2010 ജൂലൈ 4 കൃത്യം നടത്തിയ ശേഷം പ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞയിടങ്ങൾ, ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ, PFI ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച സഹായങ്ങൾ, ആയുധങ്ങൾ ഒളിപ്പിച്ച സ്ഥലം എന്നിവ കണ്ടെത്താൻ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കും. കൃത്യത്തിന് ഉപയോഗിച്ച മഴവുമായായിരുന്നു സവാദ് ഒളിവിൽ പോയത്. അയൽ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നോ എന്നും വിദേശത്ത് കടന്നിരുന്നോ എന്നും വ്യക്തമാകണം. ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങൾ തുടരന്വേഷണത്തിലും നിർണായകമാണ്. വെട്ടാൻ ഉപയോഗിച്ച മഴ കണ്ടെത്താനാകുന്നതും പ്രധാനമാണ്. ചോദ്യപേപ്പറിൽ പ്രവാചക നിന്നയുണ്ടെന്നാരോപിച്ചായിരുന്നു PFI പ്രവർത്തകരായിരുന്ന മതഭീകരവാദ സംഘം തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ വലത് കൈപ്പത്തി വെട്ടിമാറ്റിയത്. സവാദായിരുന്നു കൃത്യം നടത്തിയത്. ഇതിനുശേഷം 13.5 വർഷത്തിന് ശേഷമാണ് സവാദ് പിടിയിലായത്. ഇന്നലെ എറണാകുളം സബ് ജയിലിൽ നടന്ന തിരിച്ചറിയൽ പരേഡിൽ സവാദിനെ പ്രൊഫസർ TJ ജോസഫ് തിരിച്ചറിഞ്ഞിരുന്നു. മകൻ മിഥുൻ, TJ ജോസഫിന്റെ സഹോദരി സിസ്റ്റർ മാരി സ്റ്റെല്ല എന്നിവരെയും തിരിച്ചറിയൽ പരേഡിനെ എത്തിച്ചിരുന്നു. ജനം, കൊച്ചി.